ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 121 ഭാഗത്തിൽ മനസ്സിൽ ഒരു മണിമുത്ത് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ. ശശികുമാറിൻ്റെ കഥയിൽ നിന്ന് എസ്.എൽ. പുരം സദാനന്ദൻ തിരക്കഥയും സംഭാഷണവും എഴുതി റോയൽ അച്ഛൻ കുഞ്ഞ് നിർമ്മിച്ച് ജെ ശശികുമാർ സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് മനസ്സിലൊരു മണിമുത്ത്. ചിത്രത്തിലെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസണാണ്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം വിപിൻ ദാസും എഡിറ്റിംഗ് ജി വെങ്കിട്ടരാമനും നിർവഹിച്ചിരിക്കുന്നു. പ്രൊഡക്ഷൻ കമ്പനി റോയൽ മൂവീസാണ്. ചിത്രത്തിൻ്റെ ആർട്ട് ഡയറക്ഷൻ മോനി കരാപ്പുഴയും ഡിസൈൻ സാക്സുമാണ്. ചിത്രം വിതരണം ചെയ്തത് റോയൽ റിലീസാണ്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയത് കെ ജയകുമാറും അതിന് ഈണം പകർന്നത് ശ്യാമുമാണ്. വസ്ത്രാലങ്കാരം ദണ്ഡപാണി, സ്റ്റിൽസ് കൃഷ്ണൻ, നൃത്തം മാധുരി, പരസ്യകല സാക്സ്, ഔട്ട്ഡോർ യൂണിറ്റ് JM ഔട്ട്ഡോർ യൂണിറ്റ് മദ്രാസ്, ലാബ് വിജയ ലാബ് ഒക്കെയാണ് ഈ ചിത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്. കണ്ണൂർ ഭരണി സ്റ്റുഡിയോയിലാണ് റീറെക്കോർഡിംഗ് നടത്തിയിരിക്കുന്നത്. മേക്കപ്പ് ലോകനാഥനും വസ്ത്രാലങ്കാര സഹായി ശ്രീധർ രാജു എന്നിവരും അസിസ്റ്റൻറ്റ് ഡയറക്ടർ സതീശൻ ആലപ്പുഴ പത്മൻ എന്നിവരും സംഘട്ടനം ത്യാഗരാജൻ, അസോസിയേറ്റ് ഡയറക്ടർ വർക്കല അശോക് എന്നിവരാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്ന് പറയാം. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് KS ചിത്ര, P ജയചന്ദ്രൻ, അമ്പിളി എന്നിവരാണ്. ഗാനങ്ങൾ അരുതരുതെൻ്റെ മംഗല്യസൂത്രം എന്ന് തുടങ്ങുന്ന ഗാനം ഈ ചിത്രത്തിലേതാണ്. പിന്നെ നീർമണി എന്ന് തുടങ്ങുന്ന ഗാനവും KS ചിത്രയും P ജയചന്ദ്രൻ എന്നിവർ ആലപിച്ചിരിക്കുന്നു. അതും ഈ ചിത്രത്തിലെ മറ്റൊരു ഗാനമാണ്. നീലാഞ്ജന എന്ന് തുടങ്ങുന്ന ഗാനം ജോളി എബ്രഹാമാണ് ആലപിച്ചത്. മനസ്സിലൊരു മണിമുത്ത് എന്ന ചിത്രത്തിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ഉർവശി, ശങ്കരാടി, ജഗദീഷ് ശ്രീകുമാർ, വിജയ രാഘവൻ, KP ഉമ്മർ, തിക്കുറിശി സുകുമാരൻ നായർ, മീന, കവിയൂർ പൊന്നമ്മ, ബബിത, ബേബി അധീന, ദേവി, രാജി, മൈഥിലി എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിൽ മോഹൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിൻ്റെ ഉള്ളറയിൽ ഒളിഞ്ഞിരിക്കുന്ന കാടത്തും ഒരു കിരാതൻ മനുഷ്യനായി മാറുന്ന മറ്റൊരു വിശ്വശില്പം എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഈ ചിത്രത്തിൻ്റെ പോസ്റ്റർ ഇറങ്ങിയത്. 25-ാം ദിവസം എന്ന പോസ്റ്ററും കാണുന്നുണ്ട്. അതിൽ നിന്നും ചിത്രം 25 ദിവസം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു എന്ന് മനസ്സിലാക്കാം. തിരുവനന്തപുരം അജന്ത തിയേറ്ററിലും കോട്ടയം അനുപമ തിയേറ്ററിലും ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെ പ്രധാന തിയേറ്ററുകളിലെല്ലാം ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ഈ ചലച്ചിത്രത്തിൻ്റെ കോപ്പി യൂട്യൂബിലോ മറ്റു OTT പ്ലാറ്റ്ഫോമുകളിലോ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ചിത്രം കാണാനുള്ള മാർഗങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും അറിയാവുന്ന വിവരങ്ങൾ മോഹൻലാൽ അഭിനയിച്ച ചിത്രം എന്ന നിലയ്ക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ശ്രമിച്ചതാണ്. ഈ ചിത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവർ ഞങ്ങളുമായി പങ്കുവയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ചിത്രത്തിൻ്റെ കഥയോ മറ്റ് വിവരങ്ങളോ അറിയാവുന്നവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വിവരങ്ങൾ പങ്കുവയ്ക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. ഈ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിൽ നിങ്ങളറിയാവുന്നവരെല്ലാം ഈ കമൻറ്റ് ബോക്സിൽ കഥയായോ അതിൻ്റെ അഭിപ്രായങ്ങളായോ രേഖപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് വിട പറയുന്നു. നന്ദി, നമസ്കാരം.